ലഹരി വ്യാപകമാവുക എന്താണ് നിലവിൽ വിടുത്തുന്ന ആളുകൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്, ഏത് ടൈപ്പ് ആളുകളാണ്? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ്. ലഹരി നമ്മുടെ സമൂഹത്തിൽ മാരകമായ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് മിക്കവാറും കൗമാരപ്രായത്തിലാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സമപ്രായക്കാരുടെ സമ്മർദ്ദം കൊണ്ട്, അതല്ലെങ്കിൽ അവർക്കുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചെറിയ രീതിയിലാണ് ലഹരി ദുരുപയോഗം ചെയ്തു തുടങ്ങുന്നത്. പക്ഷേ പുതുതലമുറ ലഹരികൾ, പ്രത്യേകിച്ചും നമ്മുടെ കെമിക്കൽ ലഹരികൾ, അത് ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ അടിമത്തം ഉണ്ടാക്കുകയും പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് തിരിച്ച് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുട്ടികളെ ട്രാപ്പ് ചെയ്തിടുകയും ചെയ്യുന്നു. പണ്ടൊക്കെ ഒരു യൗവനത്തിലോ അല്ലെങ്കിൽ മധ്യവയസ്സിലോ ഉള്ള ആൾക്കാരായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പം കൗമാരപ്രായത്തിലേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8-9 വയസ്സിലൊക്കെ തന്നെ ചില ലഹരികൾ പരീക്ഷിച്ച് നോക്കുന്ന കുട്ടികളിലേക്കൊക്കെ നമ്മുടെ നാട് മാറിപ്പോയിരിക്കുന്നു. ഈ പുകയില ഉൽപ്പന്നങ്ങൾ, പാൻപരാഗ് അങ്ങനെ സാധനങ്ങളും സിഗരറ്റും വലിച്ചു തുടങ്ങി 10 വയസ്സിൽ കഞ്ചാവ് വലിക്കുന്ന ആളുകൾ വരെ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിൽ സമപ്രായക്കാർ കൂടെ ഉള്ള കൂട്ടുകെട്ടും തന്നേക്കാൾ മുതിർന്ന ചില ആളുകളോട് അടുപ്പം പ്രകടിപ്പിച്ചിട്ടുള്ള ചില അതിലൂടെയൊക്കെ എത്തിപ്പെടുന്നവരുണ്ട്. ചെറുപ്പക്കാരിൽ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ മദ്യപാനവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും കഞ്ചാവ്, MDMA, LSD, മാജിക് മഷ്റൂം, കൊക്കൈന്, പിന്നെ ചില ഗുളികകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് അതിൽ നിന്ന് മോചിച്ചെടുക്കാനായിട്ടുള്ള ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ കാര്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ് ഈ പുതുതലമുറ ലഹരികൾ, പ്രത്യേകിച്ചും നമ്മൾ ഈ സിന്തറ്റിക് ആയിട്ടുള്ള ലഹരികൾ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ ഫാമിലിക്കോ സമൂഹത്തിനോ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. കാരണം അതിന് പലതിനും പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. അത് ഉപയോഗിച്ചാൽ പ്രത്യേകിച്ച് ഫിസിക്കൽ അപ്പിയറൻസിലൊന്നും പെട്ടെന്നൊന്നും വലിയ മാറ്റമൊന്നും വരില്ല. മിക്കവാറും ആളുകൾ ഈ കെമിക്കൽ ലഹരികൾ ഉപയോഗിച്ച് അവരുടെ മാനസിക നില തകരാറിലായതിനു ശേഷം അതിൽ ഉറക്കക്കുറവ് വരും, പിന്നെ ദേഷ്യം, അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം വരും, പലതരത്തിലുള്ള സംശയങ്ങൾ വരും, ഹലൂസിനേറ്ററി എക്സ്പീരിയൻസ്, ചെവിയിൽ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത് പോലെയോ കണ്ണിൽ ഓരോ രൂപങ്ങൾ കാണുന്ന പോലെയൊക്കെയുള്ള അവസ്ഥ വരും. ഈ സംശയങ്ങളും ഈ ഹാലൂസിനേഷനും ഉണ്ടായതിനു ശേഷം ആളുകൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആകും. ഒന്നെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പേടി വരും, അല്ലെങ്കിൽ സങ്കടം, നിരാശ വരും, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം, അതിനനുസരിച്ചിട്ട് അവർ അക്രമം കാണിക്കും. ആ അവസ്ഥയിലൊക്കെയാണ് പലരെയും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവരുന്നത്. സിന്തറ്റിക് ലഹരികളിൽ ഒന്ന് MDMA, 2 കൊക്കെയിൻ, പിന്നെ LSD, അങ്ങനെ സംഭവങ്ങളാണ് സിന്തറ്റിക് ലഹരികൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അത് തലച്ചോറിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ അവർക്ക് മാനസികമായിട്ട് വരുന്ന മാറ്റം ഉറക്കക്കുറവ്, പിന്നെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്. സങ്കടമാണെങ്കിൽ സങ്കടം, ദേഷ്യമാണെങ്കിൽ ദേഷ്യം, അങ്ങനെയുള്ള ഇമോഷൻസ് അവർക്ക്, സന്തോഷമാണെങ്കിൽ സന്തോഷം, അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായി പോവുകയും അത് കുറച്ച് കാലം പെർസിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് മൂഡ് ഡിസോർഡർ ഉണ്ടാകും. അതെല്ലാം അപ്പോൾ മൂഡ് ഡിസോർഡറിൽ ഉന്മാദ രോഗം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സന്തോഷം കൂടുക, സംസാരം കൂടുക, പൈസ ഓവറായിട്ട് ചിലവഴിക്കുക, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുക, പുതിയ ബിസിനസ് ഐഡിയാസ് വരിക. ഈ ലഹരി ഉപയോഗിച്ച് വീട്ടിൽ കയറാതെ ആരും പറഞ്ഞ് അനുസരിക്കാതെ നടന്നിരുന്ന ആൾക്കാർ ഉന്മാദം വരുമ്പോഴത്തേക്ക് ഭയങ്കര മതവിശ്വാസവും പ്രാർത്ഥനയും ഭയങ്കര സാമൂഹ്യ സേവനവും അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിലേക്കൊക്കെ എത്തിപ്പെടും. അപ്പം അങ്ങനത്തെ ഉള്ള ഉന്മാദ രോഗമാണ് കുറേ ആൾക്കാർക്ക് വരിക. കുറച്ച് പേർക്ക് വരിക വിഷാദ രോഗമാണ്. സങ്കടം, നിരാശ, മൂഡ് ഓഫ്, എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത, ജീവിതം മടുത്തു എന്നുള്ള തോന്നൽ, നാട് വിട്ടു പോകണമെന്ന്, ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ ഉള്ള ചിന്ത വരുന്ന വിഷാദ രോഗം. പക്ഷേ ഇത് രണ്ടും കൂടാതെ വളരെ അധികം ആളുകൾ ചികിത്സയ്ക്ക് എത്തുന്നത് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരസുഖമായിട്ടാണ്. ആ സൈക്കോസിസിൽ രണ്ടാളുകൾ സംസാരിക്കുകയാണെങ്കിൽ അവർ ഇയാളെക്കുറിച്ച് കുറ്റം പറയണമെന്ന് ചിന്ത വരും, അയാൾക്ക് ശത്രുക്കളുണ്ടെന്നുള്ള തോന്നൽ വരും, ആരൊക്കെയോ അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്, അയാളുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ചിന്ത വരും.
പിന്നെ അയാളുടെ ജീവിത പങ്കാളിക്കോ കുടുംബാംഗങ്ങൾക്കൊക്കെ മറ്റുള്ള ആളുകളുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നുള്ള സംശയം വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും സംശയങ്ങളും, അയാൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അയാൾ പറയാതെ മറ്റുള്ളവർ അറിയണമുണ്ടെന്നുള്ള തോന്നൽ വരും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളും ചിന്തകളും വരുന്ന ആ സൈക്കോസിസ് എന്ന് പറയുന്ന രോഗമാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുക. മാനസിക രോഗങ്ങളിൽ വളരെ ഗൗരവം കൂടിയ അസുഖമാണത്. ആ സൈക്കോസിസ് വന്ന ആൾക്കാർ ലഹരി കൊണ്ടുണ്ടായതാണെങ്കിൽ പോലും ആ രോഗം വളരെ കാലം നീണ്ടു നിൽക്കുകയും ആ രോഗിയുടെ ജീവിതം മൊത്തത്തിൽ അങ്ങോട്ട് അതപ്പതിച്ചു പോവുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലഹരി ഉപയോഗിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുക അവർക്ക് എനർജി ലെവൽ കൂടും. അതുകൊണ്ട് തന്നെ അവർ വീട്ടിലടങ്ങിയിരിക്കാതെ കളിക്കാൻ പോവുകയോ ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ആൾക്കാരുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രവൃത്തികളിലാണ് ഏർപ്പെടുക. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിശപ്പില്ലാതാകും, ശരീരം നന്നായിട്ട് മെലിയും. പിന്നെ അവർ സ്ലീപ്പ് വേക്ക് സൈക്കിളിനകത്ത് വ്യത്യാസം വരും. മിക്കവാറും ആളുകൾ രാത്രി ഉണർന്നിരിക്കുകയും പല പ്രവൃത്തികളിൽ ഏർപ്പെടുകയും പകൽ സമയം ഫുള്ള് ഉറങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരും. അവർ ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കുള്ളൂ, ഒരു നേരമൊക്കെ കഴിക്കത്തുള്ളൂ. അത് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവർ ആകെ ഒരു ചോക്ലേറ്റോ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം കഴിച്ചിങ്ങനെ, അല്ലെങ്കിൽ കോഫി മാത്രം കുടിച്ചിങ്ങനെ ലഹരി ഉപയോഗിച്ച് നടക്കും. അങ്ങനെ ഉണ്ടാവും. 15 കിലോ 20 കിലോ ഒക്കെ പലർക്കും ബോഡി വെയിറ്റ് ചുരുങ്ങിയ സമയം കൊണ്ട് കുറഞ്ഞു പോകാറുണ്ട്.